നമസ്തേ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സാൻസ്ക്രിറ്റ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊരു ഷോർട്ട് പാരഗ്രാഫ് എഴുതാൻ പഠിക്കാം. ആദ്യം സംസ്കൃത ഭാഷ അസ്മാകം ദേശസ്യ പ്രാചീനതമ ഭാഷ അസ്തി. സംസ്കൃത ഭാഷ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് അസ്മാകം ദേശസ്യ നമ്മുടെ ദേശത്തിന്റെ പ്രാചീനതമ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഭാഷ അസ്തി. സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് നമ്മുടെ ഇന്ത്യയുടെ ഏൻഷ്യന്റ് ലാംഗ്വേജ് ആണ്. സംസ്കൃത ഭാഷ ഭാരതസ്യ ഏകതായാഹ ആദരഹ അസ്തി. അതായത് സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് നമ്മുടെ ഭാരതത്തിന്റെ ഏകതായാഹ ഭാരതത്തിന്റെ യൂണിറ്റി ഫോം ചെയ്യുന്നതാണ് സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്. ചത്വാരോ വേദാഹ നമ്മുടെ 4 വേദങ്ങൾ, രാമായണം നമ്മുടെ രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത ഇത്യാദി ഗ്രന്ഥാഹ നമ്മുടെ ഹിന്ദുസിന്റെ വേദങ്ങള്, രാമായണം, മഹാഭാരതം, ഭഗവത്ഗീതയൊക്കെ സംസ്കൃത ഭാഷായാം ഏവം വിരചിതാനി സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. വിരചിതാനി എന്ന് പറഞ്ഞാൽ എഴുതിയേക്കുന്നത്. പ്രാചീന കാലേ പണ്ടത്തെ കാലത്ത് ജനാഹ സംസ്കൃത ഭാഷ ഏവം വദതി പണ്ടത്തെ ആൾക്കാര് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. സംസ്കൃതം ഹിന്ദു ധർമ്മസ്യ സാൻസ്ക്രിറ്റ് ഹിന്ദു ലാംഗ്വേജിന്റെ പവിത്ര ഭാഷ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അതുപോലെ ബൗദ്ധധർമ്മസ്യ എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ്, ജൈനധർമ്മസ്യ എന്ന് പറഞ്ഞാൽ ജെയിൻ, ച ഐതിഹാസിക ഗ്രന്ഥാനാം അവരുടെ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ച ഭാഷ അസ്തി ഹിന്ദുസിന്റെ, ബുദ്ധിസ്റ്റിന്റെ, ജെയിൻസിന്റെ ഒക്കെ ഒരു കോമൺ ലാംഗ്വേജ് ആണ് സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സാൻസ്ക്രിറ്റ് ലാംഗ്വേജിനെ കുറിച്ച് ചെറിയൊരു പാരഗ്രാഫ് എഴുതാൻ പഠിച്ചു. ഈ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ധന്യവാദം.